തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനെ നിയമമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം സഹായം സഹായമതർപ്പതും തിരുമുന്നിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർദൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർദ്ദ ദൃഷ്ടർ വഴിയുമെല്ലാം പാരന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പ്ലഡ്ജ് പറയലല്ലേ മാം? പ്ലഡ്ജും കൂടെ. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worth of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Okay. മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ, മൈക്ക് ഓഫ് ചെയ്തോളൂ. നമ്മൾ എവിടെയായിരുന്നു ക്ലാസ് സ്റ്റോപ്പ് ചെയ്തത്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എല്ലാവർക്കും? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കുഴപ്പമില്ലാതെ എഴുതിയില്ലേ എല്ലാരും? ഞാൻ പേപ്പർ നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും? ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടുള്ളൂ കേട്ടോ, എല്ലാവരും നോക്കാനുണ്ട്. എക്സാം ഒക്കെ ഈസി അല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ചാപ്റ്ററും അതുപോലെ നിങ്ങൾ പഠിച്ചെടുക്കണം കേട്ടോ, അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവൂല. ഓരോ ചാപ്റ്ററും നിങ്ങൾ അങ്ങനെ പഠിച്ചെടുത്താൽ ഫൈനൽ വരുമ്പോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ഞാൻ ഇന്ന് വീട്ടിൽ നിന്നാണ് കേട്ടോ ക്ലാസ് എടുക്കണേ. ഞാൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടില്ല. അതായത് ചെറിയൊരു ജലദോഷം, ചെറിയൊരു പനി. പിന്നെ അവിടെ ക്ലാസ് ഇല്ല, ഓഫീസ് വർക്ക് ആണുള്ളത്. സാറോട് ലീവ് പറഞ്ഞതായിരുന്നു. അപ്പം ചെറിയൊരു ജലദോഷം, ചെറിയൊരു പനി ഒക്കെ അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് ക്ലാസ്സും ഇല്ല ഇവിടെ. ഇന്ന് അവിടെ ഓഫീസ് വർക്കാണ്, അപ്പൊ ഇന്ന് അവിടെ പോയിട്ടില്ല. ഇന്ന് വീട്ടിൽ നിന്നാണ് കേട്ടോ ക്ലാസ് എടുക്കണേ. സാധാരണ എന്നും അവിടെ നിന്ന് ക്ലാസ് എടുത്തിട്ട് ഇവിടുന്ന് ക്ലാസ് എടുക്കുമ്പോ അങ്ങനെയാണല്ലോ, എന്തോ ഒരു പോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കണല്ലേ. അപ്പൊ ഓക്കെ, നമ്മള് അതായത് എവിടെയായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നത് എവിടെയായിരുന്നു? സെക്കൻഡ് ചാപ്റ്ററിലെ സെക്കൻഡ് പാരഗ്രാഫ്. ക്ലിയർ ഇല്ല ഉണ്ടോ? കാണുന്നില്ലേ? ലൈറ്റിന്റെ ഒരു കുത്തൽ വരുന്നുണ്ട് അല്ലെ. ഒന്നാമത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് എടുത്തപ്പോ എന്തോ ഒരു പോലെ. നമ്മള് അവിടെ നിന്ന് അക്കാദമി നല്ല എടുക്കല്. അപ്പോ മാനേജ്മെന്റ് എക്സാം വേണ്ടേ? മാനേജ്മെന്റ് എക്സാം വേണം. എന്താ എല്ലാരും അഭിപ്രായം? എക്സാം വേണ്ടേ? വേണം അല്ലെ? എല്ലാ സബ്ജക്റ്റിന്റെ എക്സാം വേണം. എല്ലാ ചാപ്റ്ററിന്റെ എക്സാം നടത്തട്ടെ നമുക്ക്. അങ്ങനെ ആകുമ്പോഴേ ഞങ്ങള് പഠിക്കുള്ളൂ അല്ലെ. മറ്റേത് നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കും ശരിയാണ്, പക്ഷെ എന്നാലും എക്സാം വേണം, എന്നാലേ നമ്മൾ ആ ഒരു പഠിക്കുള്ളൂ. എല്ലാത്തിനും വേണം, എന്നാലേ നമ്മള് പഠിക്കുള്ളൂ. ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ അതായത് സ്കൂൾ മാനേജ്മെന്റ് അല്ലേ. സ്കൂൾ മാനേജ്മെന്റ് നമ്മൾ ഏതായിരുന്നു എടുത്ത് വെച്ചിരുന്നത്? എവിടെയായിരുന്നു മാനേജ്മെന്റ് ഓഫ് ഓഫീസ് സിസ്റ്റം? ഇവിടെയായിരുന്നു കറക്റ്റ് എടുത്തിരുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് വരെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ആണോ എടുക്കാനുള്ളത്? പ്രൊഫഷൻ ആണോ എടുക്കാനുള്ളത്? കറക്റ്റ്
അതാണോ എടുക്കാനുള്ളത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് എന്നാണോ? അതല്ലേ? ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ അവിടുന്ന് മുതലാണോ എടുക്കാനുള്ളത്? ആയിരിക്കും അല്ലെ? അതോ എവരി ടീച്ചർ അവിടെയാണോ? എവരി ടീച്ചർ മുതലാണ് ടീച്ചർ. എവരി ടീച്ചർ ആണല്ലേ? ഇവിടെ എവിടെയാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഒന്നാമത് നമ്മൾ അവിടെയും അവിടെയും ഈ സബ്ജക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ബുക്ക് ഡിഫറെന്റാ. രണ്ടും രണ്ട് ബുക്കാണ്, രണ്ട് അക്കാദമിയിലും. കണ്ടന്റ് ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷെ രണ്ടും രണ്ട് ബുക്സ് ആണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയാണെന്ന് അറിയാം. ഞാൻ അതേ ചോദിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. Every teacher should take care of keeping the attendance register of her class, leave letter of her class, registering visitors' entry in the visitors' notebook during the absence of all her superiors. Otherwise, it will affect their profession. ഇതൊന്ന് വായിച്ചേ. മുഹസിൻ ഒന്ന് വായിച്ചേ. മുഹസിൻ ഒന്ന് വായിച്ചേ. ലീഡർ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ, മുഹസിന അല്ലെ? മുഹസിൻ ഉണ്ട്, മുഹസിൻ ഉണ്ട്, സുൽത്താന. എന്തേ നജ്മു സുൽത്താന? എവിടെയും ഓക്കെ, വായിച്ചോ. എവിടെയും പോകാനുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. ഗസ്റ്റ്. Every teacher should take care of keeping the attendance register of her class, leave letter of her class, registers visitors' entry in the visitors' notebook during the absence of all her superiors. Otherwise, it will affect her profession. ഓക്കെ, എന്താ അതില് പറഞ്ഞത്? എവരി ടീച്ചർ അല്ലെ? അത്ര മതി കേട്ടോ. എവരി ടീച്ചർ ഷുഡ് ടേക്ക് കെയർ ഓഫ് കീപ്പിംഗ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഹർ ക്ലാസ്. എന്താന്ന് മനസ്സിലായോ? അതായത് എല്ലാ അധ്യാപികമാരും എന്ത് ചെയ്യണം? ഇന്നിപ്പോ ശനി ഞായറൊക്കെ ആയതുകൊണ്ട് ഗസ്റ്റുകളൊക്കെ വരും അല്ലെ? ശരിയാണ്, ശനി ഞായറും ആകുമ്പോഴാണല്ലോ നമുക്ക് ഗസ്റ്റുകളൊക്കെ ഉണ്ടാവുക. സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവും, പിന്നെ ശനിയാവുമ്പോ എന്തായാലും ഉണ്ടാവും അല്ലെ? ശനി അധിക സ്കൂളുകളിൽ അവധി ആയിരിക്കുമ്പോ. ഓക്കെ, അപ്പൊ എല്ലാ അധ്യാപികമാരും എന്ത് ചെയ്യണം? അവരുടെ രജിസ്റ്റർ, അതായത് ഹാജർ രജിസ്റ്റർ അല്ലെ? നമ്മൾ ഫസ്റ്റ് തന്നെ സ്കൂളിൽ എത്തിയാൽ, ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ സ്കൂളിൽ എത്തിയാൽ നമ്മൾ എന്താ ചെയ്യുക? നേരെ പോയിട്ട് ക്ലാസ്സിൽ കയറൂല അല്ലെ? നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ടീച്ചേഴ്സ് അവിടെ ഒരു സിഗ്നേച്ചർ ഇടണം. അത് അതായത് ആഫ്റ്റർനൂണും ഇടണം, മോർണിംഗും ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എല്ലാ അധ്യാപികമാരും എന്ത് ചെയ്യണം? അവരുടേതായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലെ? അതിന്റെ ഹാജർ രജിസ്റ്ററും അതുപോലെ. പിന്നെന്താ പറഞ്ഞിരുന്നത്? ലീവ് ലെറ്റർ ഓഫ് ഹർ ക്ലാസ് അല്ലെ? അതായത് ക്ലാസ്സിലെ എന്ത്? ലീവ് ലെറ്റർ അല്ലെ? ക്ലാസ്സിലെ ലീവ് ലെറ്ററും അതുപോലെ മറ്റു മേലുദ്യോഗസ്ഥന്മാരുടെ അല്ലെ? അവർക്ക് കുറച്ച് അതായത് ഇപ്പൊ അവിടെ രജിസ്റ്റർ ബുക്ക് ഉണ്ടാവും, ലീവ് ലെറ്ററിൻ്റെത് ഉണ്ടാവും, അതുപോലെ അവിടുത്തെ പിന്നെ കറണ്ടും ബില്ല്, ഇൻകം, അവിടുത്തെ റെന്റ് കൊടുക്കാനുള്ള അതിൻ്റെതായിട്ട് വേറൊരു ബുക്കും ഉണ്ടാവും അല്ലെ? 2-3-4 ബുക്സുകൾ അവിടെ ഉണ്ടാകും. അപ്പൊ അതിന്റെ മേലുദ്യോഗസ്ഥന്മാരുടെ അവർക്ക് ഒരു ബുക്ക് ഉണ്ടാവും അല്ലെ? അവരെ നോട്ട്ബുക്കിലും എന്ത് ചെയ്യണം? പിന്നെ ഈ വരുന്ന ആൾക്കാര് നമ്മളെ സ്കൂളിലേക്ക് പുറത്തുനിന്ന് ആൾക്കാരുകൾ വരും, ഇപ്പൊ കൗൺസിലർ ആയിട്ട് വരും അല്ലെ? നമ്മള് മോട്ടിവേഷന്റെ ആൾക്കാർ വരും. ഇതൊക്കെ നമ്മൾ അവിടെ നോട്ട് ചെയ്യാനായിട്ട് വേറൊരു ബുക്ക് ഉണ്ടാവും അല്ലെ? അതൊക്കെ ആരതിലാണ് എഴുതി വെക്കുക? അവിടുത്തെ മേലുദ്യോഗസ്ഥന്മാർക്ക് ഒരു ബുക്ക് അതിന് വേറെ ഉണ്ടാവും അല്ലെ? അതിലെ നമ്മളെ നോട്ട്ബുക്കിൽ കൊണ്ടുപോയി എഴുതി നമുക്ക് വെക്കാൻ പറ്റൂല. അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഓരോ സ്കൂളിൽ ഓരോ രീതിയായിട്ട് അതൊക്കെ നമ്മൾ ഒരു വീക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെ എഴുതണം, എന്ത് ചെയ്യണം എന്നൊക്കെ അവരെന്നെ നമുക്ക് പറഞ്ഞു തരും അല്ലെ? അപ്പൊ അത് റെഡിയാവും. ഓക്കെ, അപ്പോ മേലുദ്യോഗസ്ഥന്മാരുടെ, അതായത് ഓര് അറിഞ്ഞിട്ട് വേണം അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആരെങ്കിലും അതായത് സന്ദർശകരൊക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ എൻട്രി ആ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം കേട്ടോ. നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ ഇപ്പൊ നമ്മളതില് സിഗ്നേച്ചർ ഇട മാത്രല്ല, നമ്മളെ ഏൽപ്പിച്ചു അവിടുത്തെ പ്രിൻസിപ്പാള് ഇത് ചെയ്യണം കേട്ടോ. അപ്പൊ മറക്കരുത്, നമ്മൾ അത് എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം, ഡേറ്റ് എഴുതി വെക്കുക, പിന്നെ ആരാ വന്നിരുന്നത്, എന്താ അവിടെ നടന്നിരുന്നത്, ജസ്റ്റ് അങ്ങനെ എഴുതി വെക്കാൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോ നമ്മളത് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്തേക്കാരം അത് ഇവരുടെ, അതായത് ഈ ടീച്ചേഴ്സിന്റെ, otherwise ഇറ്റ് വിൽ അഫക്ട് ഹർ പ്രൊഫഷൻ, അല്ലെങ്കിൽ എന്തേക്കാരം അവരെ പ്രൊഫഷനെ അത് ബാധിക്കും അല്ലെ? ഇപ്പം ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടില്ല, എന്തേക്കാരം അവസ്ഥ ഉണ്ടാവുക?
അല്ലെ? നമ്മൾക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂലല്ലോ എങ്ങനെ എന്ത് പഠിക്കണം, എവിടെ എഴുതണം, പ്രത്യേകിച്ച് ഓൺലൈൻ സ്റ്റുഡൻസും കൂടെ ആവുമ്പോ അല്ലെ? ഓഫ്ലൈൻ നമുക്ക് അത്ര കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ അവിടെ ഒരു അക്കാദമിയിൽ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ? നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പ്രൊഫഷൻ എന്ത് ചെയ്യും, അത് ബാധിക്കും. നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് ആ നോട്ടിലവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ സ്ഥാപനത്തിൽ ഇപ്പൊ ഓരോരുത്തരെ കൊണ്ടുവരും, മോട്ടിവേഷൻ ക്ലാസ്, പിന്നെ എന്താ കരാട്ടെ ക്ലാസ്, ഒരുപാട് ക്ലാസ്സുകളുണ്ട് അല്ലെ? കൗൺസിലറിന്റെ ക്ലാസ്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതൊക്കെ വരുന്നത് എന്ത് ചെയ്യാം, അവിടെ നോട്ട് എഴുതി വെക്കാൻ നമ്മളെ ചുമതലപ്പെടുത്തിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, അത് ചെയ്യാ കേട്ടോ. ഇനിയിപ്പോ നമ്മളെ പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, അത് ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ, പെർഫെക്റ്റ് ആക്കാൻ നോക്കുക കേട്ടോ. അതാണ് ആ ഒരൊറ്റ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ. റെക്കോർഡ് ഓൺ അല്ലേ? ഒന്ന് നോക്കണേ. റെക്കോർഡ് ഓൺ ആണല്ലോ അല്ലെ? ഓക്കെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ to know that a teacher in office work should not leak the message even to the close friend or life partner. Keeping the secrecy of, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടാവും അവിടെ പറയുന്നുണ്ട്, of office work is very important. A teacher has the right to go through the files and registers in an office if the duty is assigned to her. She can operate admission register, staff register, staff leave register, etc. if she is in charge of these duties. അല്ലെ? ഇതൊന്ന് വായിക്കണം. ഫായിസ് ഒന്ന് വായിച്ചേ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഏത് ഫായിസാണ് മിസ്സേ? ഫായിസ മോള് വായിച്ചോ. രണ്ട് ഫായിസിനുണ്ടോ? ഫായിസ ഷെറിനെ കണ്ടോ? ഫായിസ മോളുണ്ടോ? അറിയില്ല, ഞാൻ വായിക്കും മിസ്സേ. എന്നാ ഫായിസ വായിച്ചോ. It is important for a teacher to know that a teacher in office work should not leak the message even to the close friend or life partner. Keeping the secrecy of office work is very important. A teacher has the right to go through the files and registers in an office if the duty is assigned to her. She can operate admission register, staff register, staff leave register, etc. if she is in charge of these duties. ഓക്കെ. ആരെ പുറത്താണെന്നാണ്? മരിയ അല്ലെ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. പുറത്തുള്ള ആൾക്കാരൊന്ന് പറയണ്ട കേട്ടോ, എന്നാ പിന്നെ എനിക്ക് ഓരെ വിളിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞു ടീച്ചിങ്ങിന്റെ കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? എവരി ടീച്ചർ ഷുഡ് ബി എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. It is important for a teacher to know that a teacher in office work should not leak the message even to the close friend or life partner. എന്താണ് അവിടെ പറഞ്ഞത്? അതായത് ഓഫീസ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപിക അല്ലെ, നമ്മൾ ഓഫീസ് ജോലി നമ്മൾ ആ ഒരു ഓഫീസ് ജോലിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? പുറത്ത് പറയാൻ പാടില്ല. അതായത് അവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവുമല്ലോ, അത് മൊത്തത്തിൽ ഇങ്ങോട്ട് പുറത്ത് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ ഒരു 13 ടീച്ചേഴ്സ് ഉള്ള ഒരു സ്കൂളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ അവിടെ ടീച്ചേഴ്സ്മാർ തമ്മിൽ തന്നെ എന്തുണ്ടാവും? ഈഗോസ് അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ചില ആൾക്കാർ അത് പ്രിൻസിപ്പാളിന് പോയി പറയാ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ട്രെയിനിങ്ങിന് പോകുമ്പോഴൊക്കെ നമ്മളെന്ത് ചെയ്യാ, നമ്മളെ രീതിയിൽ നിൽക്കുക അല്ലെ? അവിടെ ടീച്ചേഴ്സ് വേറെ ആരെയും പറയണില്ല, അത് അവിടെ നിന്നോട്ടെ, നമ്മളത് ശ്രദ്ധിക്കണ്ട. നമ്മളേതായിട്ട് രീതിയിൽ പോവാ, നമ്മൾ അതിൽ കൂടിച്ചേരണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഓഫീസ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകര് അവരെന്താണ് പറഞ്ഞത്? നമ്മൾ അവിടുത്തെ നമുക്ക് അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യാണ് ഓഫീസ് ജോലി, അപ്പൊ നമ്മളെ സുഹൃത്തുക്കളുണ്ട്, അവരോട് പോലും അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് കേട്ടോ. സുഹൃത്തിന് പോലും എന്ത് ചെയ്യരുത്? സന്ദേശം ചോർത്തിക്കൊടുക്കാൻ പാടില്ല. ആര്? ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ശരിയാണല്ലേ? നമ്മൾ അവിടെ ഉള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെ? ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം. അപ്പൊ നമ്മൾ അവിടുത്തെ ഒരു സാറ് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുക എന്ന് വിചാരിക്കുക.
അറിയാൻ പറ്റും ഗേൾസോ അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ടല്ലോ കുറച്ച് മുമ്പൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെ, ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, പക്ഷെ നമ്മൾ അവരോടും എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. കാരണം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരാളോട് പറഞ്ഞാല് മറ്റുള്ള ആളെടുത്ത് എത്തും. അങ്ങനെ അത് മുഴുവനായിട്ട് അറിഞ്ഞാല് നമുക്കൊരു മോശമാണല്ലോ, സ്കൂളിന് അതൊരു ചീത്തപ്പേരാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇനിയിപ്പോ ഓഫീസ് വർക്ക് ആയാലും നമ്മൾ ആരോടും ഒന്നും പറയണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഓഫീസ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അധ്യാപകൻ എന്ത് ചെയ്യരുത്, ശരിക്കും നമ്മൾ ലൈഫ് പാർട്ട്ണറോട് കൂടെ പറയരുത് എന്നാണ് അവർ പറഞ്ഞത് അല്ലെ. അപ്പൊ ജീവിത പങ്കാളിനോടും അതുപോലെ അടുത്ത സുഹൃത്തിനോടും എന്ത് ചെയ്യരുത്, അവിടുത്തെ സന്ദേശങ്ങൾ കൈമാറാൻ പാടില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, കീപ്പിംഗ് ദ സീക്രസി ഓഫ് ഓഫീസ് വർക്ക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്താണ് അതിൽ പറഞ്ഞത്? ഓഫീസ് ജോലിയുടെ രഹസ്യം സൂക്ഷിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നിങ്ങൾക്കൊരു ഓഫീസിലെ ജോലി കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് എന്താണ് അതിൽ പറഞ്ഞത്? എ ടീച്ചർ ഹാസ് ദ റൈറ്റ് ടു ഗോ ത്രൂ ദ ഫയൽസ് ആൻഡ് രജിസ്റ്റേഴ്സ് ഇൻ ആൻ ഓഫീസ് ഇഫ് ദ ഡ്യൂട്ടി ഈസ് അസൈൻഡ് ടു ഹെർ അല്ലെ. എന്താണ് അവിടെ പറഞ്ഞത്? അതായത് ഒരു അധ്യാപികയെ നമ്മളിപ്പോ ഓഫീസ് ഫയലുകളൊക്കെ പരിശോധിക്കാനും അതുപോലെ രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരു അധ്യാപികയെ നമ്മളിപ്പോ ചുമതലപ്പെടുത്തി എന്ത് ഓഫീസ് ജോലി. അപ്പൊ അവിടുത്തെ ഒരു ടീച്ചർ പറഞ്ഞാണ് എന്തിനാ വെച്ചാൽ അപ്പൊ നമ്മളെ ചുമതലപ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫയലുകൾ നമുക്ക് പരിശോധിക്കാം, ചെയ്യാൻ പറ്റും. രജിസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മളോട് പറയാണ് പ്രിൻസിപ്പാൾ നിങ്ങൾ ഓഫീസ് ഫയലൊക്കെ ഒന്ന് പരിശോധിക്കിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക. അപ്പൊ അടുത്തുള്ള ടീച്ചർ പറയണേ നിങ്ങൾ അത് നോക്കണ്ട, പക്ഷെ നമ്മളെ പ്രിൻസിപ്പാൾ അവിടുത്തെ മാനേജർ നമ്മളെ ഏൽപ്പിച്ചാൽ നമുക്കത് ചെയ്യാം അല്ലെ. അതായത് ഒരു അധ്യാപികയെ നമ്മളെ ചുമതലപ്പെടുത്തുകയാണ്, ഓഫീസ് ഫയലുകൾ ഒന്ന് പരിശോധിക്കിട്ടോ ടീച്ചർ എന്ന് പറയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ, നമുക്കത് രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ആ അധ്യാപികക്ക് ഉണ്ട് അല്ലെ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചിട്ട് അവിടെ പോയിട്ട് പ്രാക്ടിക്കൽ ആക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. ചിലപ്പോ നമ്മള് ചില തിരക്കിൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിന്റെ ഇടയിലൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും അല്ലെ. അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ അവിടെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് കിട്ടും. ഷീ ക്യാൻ ഓപ്പറേറ്റ് അഡ്മിഷൻ രജിസ്റ്റർ, സ്റ്റാഫ് രജിസ്റ്റർ, അതുപോലെ സ്റ്റാഫ് ലീവ് രജിസ്റ്റർ എക്സെട്ര ഇഫ് ഷീ ഈസ് ഇൻ ചാർജ് ഓഫ് ദീസ് ഡ്യൂട്ടീസ്. എന്താണ് അവിടെ പറഞ്ഞത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഓഫീസ് ഫയലുകൾ നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് രജിസ്റ്റർ ചെയ്യാം. ഈ ചുമതലകളൊക്കെ അവൾക്ക്, അതായത് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്? അഡ്മിഷൻ രജിസ്റ്റർ, അതുപോലെ സ്റ്റാഫ് രജിസ്റ്റർ, സ്റ്റാഫ് ലീവ് രജിസ്റ്റർ, ഇതൊക്കെ നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏറ്റെടുത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക അല്ലെ. നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കണേ നമ്മളെ ഏൽപ്പിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യുക ഓഫീസർക്ക്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരിട്ട് അവിടുത്തെ ടീച്ചറോട് ചോദിക്കണ്ട, പ്രിൻസിപ്പാളിനോട് പോയി ചോദിക്കുക, സാർ എന്താ ചെയ്യേണ്ടത്. അപ്പൊ സാറ് കറക്റ്റ് പറഞ്ഞുതരും. എന്നിട്ട് നമ്മളത് ഒരു ദിവസം ചോദിച്ചാൽ മതിയല്ലോ, എന്നും ചോദിക്കണ്ടല്ലോ അല്ലെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓർഡറിൽ നമുക്ക് പോവാന് പറ്റും. അപ്പൊ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെയ്യാട്ടോ. അതായത് ഓഫീസ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അധ്യാപിക അവിടുത്തെ കാര്യങ്ങൾ ലൈഫ് പാർട്ട്ണറോടും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടും കൂടെ എന്ത് ചെയ്യാൻ പാടില്ല, പങ്കുവെക്കാൻ പാടില്ല. അതുപോലെ ഓഫീസ് ജോലിയുടെ രഹസ്യം എന്ന് പറഞ്ഞാല് അത് സൂക്ഷിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ടീച്ചറെ ഇപ്പൊ ഓഫീസ് ജോലി, അതുപോലെ പിന്നെ അവിടെ രജിസ്റ്റർ, അഡ്മിഷൻ രജിസ്റ്റർ, അതൊക്കെ നമ്മളെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് ആ ഒരു പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഈസ് ദ പ്രൊമോഷൻ ഫ്രം ദ ടീച്ചിങ് ഗ്രേഡ്. ടേക്കിംഗ് പാർട്ട് ഇൻ ആൻ ഓഫീസ് വർക്ക് ഈസ് എ കൈൻഡ് ഓഫ് ട്രെയിനിങ് ടു ഹെർ. In the initial stages, she should show each and every work to her superiors who had allotted the work. It should be checked that whether she had done it properly. ഇതൊന്ന് വായിക്കണല്ലോ. ഇതിൽ ആരൊക്കെയുള്ളോ നോക്കട്ടെ. കുട്ടികൾ കുറവാണല്ലോ, എല്ലാവർക്കും ഓരോ ഡ്യൂട്ടികൾ അല്ലെ, പനി അസുഖങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, മൂസിന ഒന്ന് വായിച്ചേ. ലീഡർ ആണേ വിളിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് training to her. In the initial stages, every work to her superiors who had done it properly. വായിച്ചോ?
ഫുള്ളായോ? ഞാൻ ലാസ്റ്റ് ഫസ്റ്റ് കേട്ടതുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് കേട്ടു, ലാസ്റ്റ് ഡൺ ഇറ്റ് പ്രോപ്പർലി എന്ന് കേട്ടു. കംപ്ലീറ്റ് വായിച്ചോ? വായിച്ചോ? ആ ശരി, ഞാൻ ഇത്രേ കേട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഈസ് ദ പ്രൊമോഷൻ ഫ്രം ദ ടീച്ചിങ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ഗ്രേഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാണ്? ഒരു പ്രൊമോഷൻ. എന്തിലേക്ക്? അഡ്മിനിസ്ട്രേറ്റീവിലേക്ക്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ MTTC പഠിക്കുന്നുണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ നമ്മളൊരു ഈ ഒരു MTTC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? ഒരു ടീച്ചർ മാത്രല്ല, അതായത് ഹെഡ് ആവാൻ പറ്റും അല്ലെ? ഹെഡ് ആവാൻ പറ്റും. അതുപോലെ തന്നെ വേറെ എന്താകാൻ പറ്റുക? ഷെയ്മ, തസ്നീം. എവിടെ പോകാനുള്ളത് ഷെയ്മ? ഇന്നെല്ലാരും പാർട്ടിക്കൊക്കെ പോവാണോ? ഓക്കെ ഓക്കെ. അപ്പോ റെക്കോർഡ് ക്ലാസ് കേൾക്കണം കേട്ടോ. നിങ്ങള് റെക്കോർഡ് ക്ലാസ് കേൾക്കണേ. അതായത് എന്താണ് പറഞ്ഞത്? നമ്മളിപ്പോ എന്തായിരുന്നു പറഞ്ഞത്? അഡ്മിനിസ്ട്രേറ്റീവ്. നമ്മളൊരു ടീച്ചർ ആവുകയാണെങ്കിൽ, നമുക്കൊരു MTTC എടുക്കുകയാണെങ്കിൽ അതായത് ഹെഡ് ആവാൻ പറ്റും. കേജിന്റെ ഹെഡ്, കോർഡിനേറ്റർ, അതൊക്കെ ആവാൻ പറ്റൂലേ? അതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മളെ സ്റ്റുഡൻസിനെ ഇതിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റാഫിനെ വെച്ച് ക്ലാസ് എടുക്കാനൊക്കെ ചെയ്യും അല്ലെ? ഒരു ടീച്ചർ എന്ന് അതായത് ഈ MTTC പഠിച്ചാൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ടീച്ചർ മാത്രമല്ല കേട്ടോ ആവാൻ പറ്റുക. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? ടീച്ചിങ് ഗ്രേഡിൽ നിന്നുള്ള എന്താണ്? ടീച്ചിങ് ഗ്രേഡിൽ നിന്നുള്ള പ്രൊമോഷൻ ആണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് എന്നൊരു ഇതിലേക്ക് ചേഞ്ച് ചെയ്യാം. ഏതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞത്? അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഈസ് ദ പ്രൊമോഷൻ ഫ്രം ദ ടീച്ചിങ് ഗ്രേഡ്. ടീച്ചിങ് ഗ്രേഡിൽ നിന്നുള്ള പ്രൊമോഷൻ ആണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് കേട്ടോ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ടേക്കിംഗ് പാർട്ട് ഇൻ ആൻ ഓഫീസ് വർക്ക് ഈസ് എ കൈൻഡ് ഓഫ് ട്രെയിനിങ് ടു ഹർ അല്ലെ? അവിടെ എന്താണ് പറഞ്ഞത്? ഒരു ഓഫീസ് ജോലിയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഒരു ഓഫീസ് ജോലിയിൽ പങ്കെടുക്കാന്ന് വിചാരിക്കുക, അതെന്താണ്? ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ? ഓഫീസ് ജോലിയിൽ അത് നമ്മൾ പങ്കെടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. ഇവിടെ ഓഫീസ് ജോലി താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം ആൾക്കാർ ഈ ഓഫീസ് ജോലികൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ടീച്ചിങ് പഠിച്ചാലും നമുക്കൊരു ഓഫീസ് വർക്ക് കിട്ടാം. ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങളെ നാട്ടിലെ കീശ്ശേരി, അതായത് പഞ്ചായത്ത്, അതിന്റെ കീഴില് ഇവിടുത്തെ അക്കാദമിന്ന് ഞാൻ പോയിരുന്നു, ഇന്റർവ്യൂ ചെയ്യാൻ പോയിരുന്നു. 54 ആൾക്കാർ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ BEd കഴിഞ്ഞോല്, PG കഴിഞ്ഞോലൊക്കെ ഉണ്ട്. പക്ഷെ ഈ BEd കഴിഞ്ഞ ആൾക്കാർക്കൊന്നും എന്തില്ല, സ്കില്ലില്ല. BEd ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും 5 ആൾക്കാർ നമ്മൾ അതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതില് കൂടുതൽ ആൾക്കാർ വന്നത് ഓഫീസ് വർക്കിനാണ്. ഓഫീസ് വർക്ക് ചോദിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വന്നത്. പിന്നെ അതുപോലെ CV ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പം ആ ഒരു പെർഫോമൻസ് ഒന്നും അത്ര, ഞാനും ഇവിടെയുള്ള സാറും കൂടിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോ അത്ര കണ്ട് പോരാ. അപ്പൊ അതായത് ഇപ്പം നമ്മൾ അത്രയും BEd കഴിഞ്ഞോല് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഡിഗ്രി കഴിഞ്ഞോല്, +2 കഴിഞ്ഞോല്, മോണ്ടിസോറിക്കാരൊക്കെ ഉണ്ട്. ഓരൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറയണുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വലിയ BEd അതൊന്നുമല്ല, നമ്മള് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഇതിലെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ വിചാരിക്കുക BEd അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മള് ഡിഗ്രി കഴിഞ്ഞ് ഈ ഒരു +2 കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റും അല്ലെ? എവിടെയും കയറാൻ പറ്റും. അപ്പൊ എന്താണ് ഇതിൽ പറഞ്ഞത്? ടീച്ചിങ് ഗ്രേഡില് എന്താണ് നിന്നുള്ള പ്രൊമോഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞത്. അതുപോലെ ഒരു ഓഫീസ് ജോലിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക്, അതായത് ഒരു അധ്യാപികക്ക് എന്താണ്? ഒരു തരം ട്രെയിനിങ് ആണ് അല്ലെ? ഒരു തരം എന്താണ്? ട്രെയിനിങ്, അതായത് ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ? ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഷീ ഷുഡ് ഷോ ഈച്ച് ആൻഡ് എവരി വർക്ക് ടു ഹർ സുപ്പീരിയേഴ്സ് ഹു ഹാഡ് അലോട്ടഡ് ദ വർക്ക്. അവിടെ എന്താ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഓരോ ജോലിയും ഇപ്പൊ നമ്മൾ ഏൽപ്പിച്ചു, നമ്മളൊരു ജോലി ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക? അത് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഏൽപ്പിച്ച ജോലി നമ്മൾ ആരെ കാണിക്കണം? അവിടുത്തെ മാനേജേഴ്സ്, മേലുദ്യോഗസ്ഥന്മാരുണ്ടാവും. അവരെന്ത് ചെയ്യണം? ഒന്ന് കാണിക്കണം, സാറേ ഇത് കഴിഞ്ഞിട്ടോ, കംപ്ലീറ്റ് ആയിട്ടോ, ഓക്കെ അല്ലെ? അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിന്റെ ഒരു പെർഫെക്റ്റ് ആവില്ല. നമ്മൾ ചെയ്തു ഓക്കെ, പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ ബുക്ക് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? അവിടെ സാറോട് പോയി പറയാ. ഓഫീസർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവിടുത്തെ മാനേജേഴ്സിനെ, മേലുദ്യോഗസ്ഥന്മാരെ കാണിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറയാം അല്ലെ? അപ്പോൾ അവർക്ക് ഒരു എന്തുണ്ടാവും? ഒരു ഇംപ്രഷൻ ഉണ്ടാവും അല്ലെ? അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് എന്തായിരുന്നു? ഇറ്റ് ഷുഡ് ബി ചെക്ക്ഡ് ദാറ്റ് വെദർ ഷി ഹാഡ് ഡൺ ഇറ്റ് പ്രോപ്പർലി. പിന്നെന്താണ്? നമ്മൾ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു അല്ലെ? നമ്മളിവിടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോന്ന് ആര് പരിശോധിക്കും? ഈ മാനേജർ എന്ത് ചെയ്യും? ഒന്ന് ടെസ്റ്റ് ചെയ്യും അല്ലെ? ഒന്ന് നോക്കൂലേ? നമ്മൾ കൊടുത്തിട്ട് അവര് ശരിയായിട്ടുണ്ടോ ചെയ്തതെന്ന് ഒന്ന്
നോക്കും ഇല്ലേ? മേലുദ്യോഗസ്ഥന്മാരൊന്ന് നോക്കിയിട്ട് ഒന്ന് സൈൻ ചെയ്യാണെങ്കിൽ സൈൻ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെങ്ങനെ മാറ്റാനിട്ടോ നമ്മളോട് പറയും അല്ലെ? അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. അതായത് ടീച്ചിങ് ഗ്രേഡിൽ നിന്നുള്ള പ്രൊമോഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞത്. അതുപോലെ ഒരു ഓഫീസ് ജോലിയിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങില് നമ്മൾക്ക് തന്ന വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ മാനേജേഴ്സിനെ കാണിക്കണം. അത് കാണിച്ചിട്ട് ആ മാനേജേഴ്സ് എന്ത് ചെയ്യും? അതൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ് കേട്ടോ നമ്മളോട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തും? കറക്റ്റ് ആക്കി തരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. അപ്പൊ പറഞ്ഞ ഈ 3 ടോപ്പിക്കും മനസ്സിലായോ ഇല്ലയോ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് വിടുക കേട്ടോ. ഒന്ന് പറയണേ. ഓക്കെ, ഷെയ്മ. ഓക്കെ ഷെയ്മ, ലീവായി, കുഴപ്പമില്ല, റെക്കോർഡ് കേട്ടാ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാ? നെക്സ്റ്റ് ടോപ്പിക്കും കൂടെ എടുക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കില്ലേ? അതായത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ സ്കൂൾ മാനേജ്മെന്റ് അല്ലെ? സ്കൂൾ മാനേജ്മെന്റിന്റെ നോട്ട്സ് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തേല്ലേ? നമുക്ക് എക്സാം വെക്കാം കേട്ടോ. ഞാൻ ഈ പേപ്പർ നോക്കിയിട്ടില്ല. ഞാൻ എന്തായാലും നാളെ നോക്കട്ടെ കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയാൽ ഒഴിവുണ്ടാവില്ല. അപ്പൊ ഇവിടെ തന്നെ ഈ ഒരു ഒഴിവിന് നോക്കണം കേട്ടോ. നാളെ നോക്കട്ടെ. അവിടെ എത്തുമ്പോ അവിടെ എങ്ങനെ ഓഫീസ് വർക്കും ക്ലാസ്സും എല്ലാം കൂടെ ആയിട്ട് പിന്നെ എന്നാലും അതിന്റെ ഇടയിൽ ഞാൻ നോക്കലുണ്ടായി. അതിന്റെ ഇടയിൽ നമ്മളെ സ്റ്റുഡൻസ് എന്താ പറഞ്ഞത്, എന്താ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ നോക്കലുണ്ട്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം, ഇന്റർവെല്ലിന്റെ ടൈം ഒക്കെ നോക്കലുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നോക്കിയിട്ട് ഞാൻ മാർക്കൊക്കെ വിട്ടു തരണ്ട് കേട്ടോ. ഇനി ആരും അതായത് ഇനി ആരും ആൻസർ എഴുതാൻ ബാക്കിയില്ലല്ലോ? എല്ലാവരും കംപ്ലീറ്റ് അല്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാം. എബവ് ഓൾ, ടീച്ചേഴ്സ് ആർ ആൾസോ ഗിവൺ ദ ഓഫീസ് വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് യൂണിഫോംസ്, ബുക്സ്, നോട്ട്ബുക്ക് അല്ലെ? നമ്മള് സ്കൂളിൽ നിങ്ങൾ പുതിയതായിട്ട് നെക്സ്റ്റ് ഇയർ ഒരു സ്കൂളിൽ കയറുമ്പോൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് തന്നെ അവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ ആ സ്റ്റുഡൻസിന് യൂണിഫോം കൊടുക്കുക അല്ലെ? നല്ലൊരു നമ്മളതൊരു നമുക്ക് ഇഷ്ടം, അതായത് നമ്മളൊരു ടീച്ചിങ് നമ്മളെ പാഷനാണല്ലോ. അപ്പൊ അത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് എന്തുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ? ഒരു ബുക്ക്, അതായത് പാരന്റ്സ് വരുമ്പോൾ ഒരു ബുക്ക് കൊടുക്കുക, യൂണിഫോം കൊടുക്കുക, നോട്ട്ബുക്ക് കൊടുക്കുക, ഇങ്ങനെ വർക്ക് ബുക്ക്, അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെ? ഒരു രസമല്ലേ അത്? വെറുതെ അല്ലല്ലോ അല്ലെ? നമുക്ക് സാലറി കിട്ടൂലേ? ഓക്കെ, അപ്പോ ബുക്സ്, നോട്ട്ബുക്ക് ആൻഡ് വർക്ക് ബുക്സ്, മാപ്പ് ഡ്രോയിങ് ബുക്സ്, ഡയറീസ് ഓർ കലണ്ടർ ബുക്സ്, ഓൾ ദീസ് വർക്ക്സ് ആർ എ പാർട്ട് ഓഫ് ഹെർ ജോബ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഷീ ഷുഡ് നോട്ട് ഫീൽ ഇറ്റ് സംതിങ് ലൈക്ക് എ ബേർഡൻ ടു ഹർ. She should show all her responsibility in office works. It is very essential to keep a record for verification which contains the details of distribution of all these things. So it is better for a teacher to keep a book to enter the delivery date and item given for the future reference. അല്ലെ? ഇതൊന്ന് വായിക്കണല്ലോ. ആരാ ഒന്ന് വായിക്കാം? മുനീറന്റെ കയ്യിൽ ബുക്ക് ഉണ്ടോ? ബുക്ക് എല്ലാവർക്കും എത്താത്തതുകൊണ്ട്. മുനീറ അല്ലേ നെയിം? മുനീറന്റെ കയ്യിൽ ബുക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണേ. ഇത് ഞാൻ വിട്ടിട്ടില്ല, എന്ന് എടുക്കാനുള്ള പോഷൻ വിട്ടിട്ടില്ല. വിട്ടുപോയോ? ബുക്കുള്ളത് ആരാണ്? ഹലോ, കേൾക്കണില്ലേ? മുനീറക്ക് ബുക്ക്, മുനീറക്ക് എന്താ പറഞ്ഞേ? ബുക്കുണ്ട്. ഓക്കെ ഓക്കെ, എന്നാ വായിച്ചോ. ഇതൊന്ന് വിട്ടിട്ടില്ല അല്ലെ? വിട്ടു പോയിട്ടുണ്ട് സംഭവം. ഓക്കെ, നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ എന്നോട് പറയണ്ട കേട്ടോ, വിട്ടിട്ടില്ലെങ്കിൽ അതിന്റെ മുമ്പ് ഒന്ന് എന്നെ ഓർമ്മിപ്പിക്കണേ. ഓക്കെ, വായിച്ചോ. എബവ് ഓൾ, മുനീറ വായിച്ചോ. ലൈറ്റ് കുത്തുന്നുണ്ടോ അവിടെ? ഒരു ഓർഡർ എനിക്ക് കിട്ടണില്ല. ഒന്നാമത് അവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഇവിടെ നിന്നൊരു എന്തോ ആദ്യം തന്നെ നമ്മള് വീട്ടിൽ നിന്നാകുമ്പോൾ കുഴപ്പമില്ല. നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വെളിച്ചം കുത്തണൊന്നുമില്ലല്ലോ. ഞങ്ങൾ ക്യാമറ ഓഫ് ആകുമ്പോ കുഴപ്പമില്ല. ഓക്കെ, വായിച്ചോ. മുനീറ എവിടെ? മുനീറ
മിസ് മുനീറിന് കാണില്ല. ബുക്ക് ഉണ്ട്, പക്ഷെ ആളെല്ലാം ബുക്ക് ഉണ്ട് ടൈപ്പ് ചെയ്ത് വിട്ടത് ഞാനാണ്. പഴയ സ്റ്റുഡന്റ് ആണ്, എനിക്ക് ബുക്ക് ഉണ്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും പിന്നെ പുറത്തോ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ. അപ്പൊ ആരാ ഒന്ന് വായിക്കുന്നാല്? ഒരാൾ എനിക്ക് വായിച്ചു തരണല്ലോ. ആരാ വായിക്കുക? ഞാൻ വായിക്കട്ടെ മിസ്. ഓക്കെ ഓക്കെ. ആരാ പറഞ്ഞത് ആള്? എബവ് ഞാൻ മൂസിന. ഓക്കെ ഓക്കെ, വായിച്ചു. Above all, teachers are also given the office work of distribution of uniforms, books, notebooks, and workbooks, math, drawing books, diaries, or calendar books. All these works are a part of her job. She should not feel it something like a burden to her. She should show all her responsibility in office work. It is very essential to keep a record for verification which contains the details of distribution of all these things. So it is better for a teacher to keep a book to enter the delivery date and item given for the future reference. Okay. Above all, teachers are also given the office work of distributions of uniforms, അതുപോലെ തന്നെ ബുക്സ്, നോട്ട് ബുക്ക് ആൻഡ് വർക്ക് ബുക്സ്, മാപ്പ് ഡ്രോയിങ് ബുക്സ്. ഒരുപാട് ബുക്സുകൾ ഉണ്ട് അല്ലെ. അത് ഓരോ അതായത് ഓരോ സ്കൂളുകളിലാട്ടോ. ചില സ്കൂളുകൾ പ്രൊജക്ട് ബുക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ഓരോ സ്കൂളുകളിലാണ് അത് ഉണ്ടാവുക. ഡയറീസ് ഓർ കലണ്ടർ ബുക്സ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? അതായത് എബോവ് ഓൾ നമ്മൾ ബാക്കി, അതായത് എല്ലാറ്റിനും ഉപരിയായിട്ട് എന്തുണ്ട്? അധ്യാപകർക്ക്, ടീച്ചേഴ്സിന് എന്തുണ്ട്? യൂണിഫോം, അതുപോലെ പുസ്തകങ്ങള്, നോട്ട് ബുക്സ്, വർക്ക് ബുക്ക്, അതുപോലെ മാപ്പ് ഡ്രോയിങ്, ഡയറികള്, അല്ലെങ്കിൽ കലണ്ടർ ബുക്ക്. ഇതൊക്കെ എന്താണ്? ഒരു ഓഫീസ് വർക്ക്. ഇതൊക്കെ ഓഫീസ് വർക്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ വിതരണം ചെയ്യണം, വേണ്ടേ? വിതരണം ചെയ്തിട്ട് നമ്മൾ ഓരോ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ഉണ്ടാവും, അവരെ കയ്യിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇതൊക്കെ ഒരു ടീച്ചേഴ്സിന്റെ കടമയാണ് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഷീ ഷുഡ് നോട്ട് ഫീൽ ഇറ്റ് സംതിങ് ലൈക്ക്, അതിന് മുമ്പ് ഒന്നുണ്ടല്ലോ, ഓൾ ദീസ് വർക്ക്സ് ആർ എ പാർട്ട് ഓഫ് ഹർ ജോബ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ജോലികൾ, അതായത് പുസ്തകങ്ങൾ, നോട്ട്ബുക്ക്, വർക്ക് ബുക്ക്, മാപ്പ് ഡ്രോയിങ് ബുക്സ്, ഡയറികൾ, കലണ്ടർ ബുക്ക്, ഈ ജോലികളെല്ലാം എന്താണ്? ഒരു ടീച്ചറെ ജോലിയുടെ ഭാഗമാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊക്കെ ഒരു ടീച്ചർ എന്താണ്? പഠിപ്പിക്കുക മാത്രമല്ല, ഇതൊക്കെ എന്താണ്? ഒരു ടീച്ചറെ ജോലിയുടെ ഭാഗമാണ്. നെക്സ്റ്റ് എന്താണ് അതിൽ പറഞ്ഞത്? ഷീ ഷുഡ് നോട്ട് ഫീൽ ഇറ്റ് സംതിങ് ലൈക്ക് എ ബേർഡൻ ടു ഹർ. നമുക്ക് അത് എന്ത് ചെയ്യരുത്? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിക്കാൻ, നമുക്ക് മാത്രമല്ല അല്ലെ, എല്ലാ ടീച്ചേഴ്സിനും അവിടെ ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിക്കും, നമുക്കതൊരു ബേർഡൻ ആയി തോന്നരുത്. എന്ത് ചെയ്യരുത്? ഭാരമായി തോന്നരുത്. അതൊക്കെ ചെയ്യാനുണ്ടല്ലോ, അതൊക്കെ നമ്മളെ ആ ഒരു നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ എന്ത് ചെയ്യാം. അതാണ് കേട്ടോ അവിടെ പറഞ്ഞത്. നെക്സ്റ്റ്, ഷീ ഷുഡ് ഷോ ഓൾ ഹർ റെസ്പോൺസിബിലിറ്റി ഇൻ ഓഫീസ് വർക്ക്. അതായത് ഓഫീസ് ജോലികളിൽ അവൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്ത് കാണിച്ചു കൊടുക്കുക അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമുക്ക് നിങ്ങൾ വിചാരിക്കോ നമുക്കിപ്പോ ഇത്രയല്ലേ ഉള്ളൂ സാലറി, അത് നമ്മൾ അതൊക്കെ കൂടെ ചെയ്യണ എന്തിനാ അല്ലെ? നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കണേ. ഇതൊക്കെ നമ്മളൊരു ജോലിയുടെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പക്ഷെ ആ ഒരു വർഷം നമുക്ക് കുറവാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഈ പ്രിൻസിപ്പാൾ അത് കണ്ടിട്ട് നമുക്ക് LP, അതായത് സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ കിട്ടിയിട്ട് നമുക്ക് സാലറി ഒക്കെ കൂട്ടിത്തരും അല്ലെ. LP ക്ലാസ്സുകളിലാകുമ്പോൾ നമുക്ക് സാലറി കൂടും. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ ഈ പെർഫോമൻസ് ഒക്കെ കറക്റ്റ് ആക്കിയാല് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ കിട്ടി അവിടെ നമുക്ക് ക്ലാസ് എടുത്ത് സാലറി നന്നായിട്ട് കൂടും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പ്രിൻസിപ്പൾ അവിടെ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതൊക്കെ ഇവര് വാച്ച് ചെയ്യുമല്ലോ. അപ്പൊ അപ്പൊ ഓഫീസ് ജോലികൾ എന്ത് ചെയ്യണം? അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കാണിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു കീപ് എ റെക്കോർഡ് ഫോർ വെരിഫിക്കേഷൻ വിച്ച് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ് അല്ലെ. അതിലെന്താണ് പറഞ്ഞത്? അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വെരിഫിക്കേഷൻ അല്ലെ. വെരിഫിക്കേഷൻ അല്ലേ അതിൽ പറഞ്ഞത്? വെരിഫിക്കേഷൻ ചെയ്യും. വെരിഫിക്കേഷൻ ചെയ്യാൻ നിങ്ങൾ എന്താണെന്ന് അറിയൂലേ? അതായത് മേലെ പറഞ്ഞ കാര്യങ്ങളില് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളത്. ഈ രേഖകൾ, അതായത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ ഇതിൽ എഴുതി വെക്കുമല്ലോ. ഇതൊക്കെ അതായത് വെരിഫൈ ചെയ്തിട്ട് സൂക്ഷിക്കണം.
അത് വളരെ അത്യാവശ്യമാണ്. ബുക്ക് കൊടുത്താൽ മാത്രം പോരാ. ബുക്ക് കൊടുത്തതിന് ശേഷം അതായത് ആരാണോ കൊണ്ടുപോയത് ആ സ്റ്റുഡന്റിന്റെ നെയിം എഴുതുക. സ്റ്റുഡന്റ് നെയിം എഴുതിയിട്ട് ബാലൻസ് ചിലപ്പം തരാനുണ്ടാകും അല്ലെ, ഒരു കറക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കൂല. നമ്മൾ ഫീസ് ഇത്ര എഴുതി ഇത്രയാണ് ബുക്ക് ഫീ എന്ന് പറയും, പക്ഷെ ചിലപ്പോ ഒരു 100 രൂപ ബാലൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ കറക്റ്റ് ആയിരിക്കണം, എഴുതിയിരിക്കേണ്ടത് വേണ്ടേ. ആ വെരിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യണം, ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞില്ല, അതില് ആ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം. ഇത് പറയുമ്പോ കുറെ തോന്നിട്ടോ, അതൊന്ന് ചെയ്യുമ്പോ ഈസിയാണ്, ഇത്രയും ഒന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം ബുക്ക് കൊടുക്കുക, എഴുതുക, ബാലൻസ് തരാനുള്ള പോലെ നെയിം എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ പറയുമ്പോ കുറെ ഉള്ള പോലെ തോന്നുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സോ ഇറ്റ് ബെറ്റർ ഫോർ എ ടീച്ചർ ടു കീപ് എ ബുക്ക് ടു എൻറ്റർ ദ ഡെലിവറി ഡേറ്റ് ആൻഡ് ഐറ്റം ഗിവൺ ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ്. എന്താണ്, അതായത് നമ്മളെ ഡെലിവറി രീതി ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാം അല്ലെ, ഡെലിവറി. അതുപോലെ തന്നെ അധ്യാപകന് ഇപ്പം എന്താണ് നമ്മളിപ്പോ പറയാണ്, ഒരു കുട്ടി വന്നിട്ട് ഒരു പേരൻസ് നമ്മളെ വിളിച്ച് പറയാണ്, വിചാരിക്കുക ഇന്ന് ഞങ്ങൾ വരാൻ വിചാരിച്ചിരുന്നു, അപ്പം ബുക്സ് എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി വെക്കണം കേട്ടോ എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ആ ബുക്ക് മാറ്റി വെക്കുക അല്ലെ. അവിടെ ബുക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കരുത്. ചിലപ്പോൾ ആ പേരന്റ് പിറ്റേ ദിവസം രാവിലെ തന്നെ മോർണിംഗ് ഞാൻ വരുന്നുണ്ട് കേട്ടോ പറഞ്ഞ് ബുക്ക് അവിടെ അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിന് അതെന്തേക്കാരം അവര് അല്ലെ, നമ്മളായിരിക്കും ആ ഒരു പേരൻസ് കുറ്റപ്പെടുത്തുക, ഞാൻ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അതായത് ആ ഒരു പേരന്റ് ആ കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്യാട്ടോ. ഇവിടെ പറഞ്ഞത് എന്താണ്, അതായത് ഡെലിവറി രീതിയുണ്ട്, അതും എന്ത് ചെയ്യണം, നമ്മൾ ഡെലിവറി ആയിട്ട് ചില സ്കൂളിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അധ്യാപകന് അതും കൂടെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം അല്ലെ. ബുക്ക് അതായത് പേരൻസ് വന്ന് വാങ്ങുന്നതും അതുപോലെ ഡെലിവറി ചെയ്യുന്നതും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രേഖയിൽ അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് യൂണിഫോം, പുസ്തകങ്ങള്, വർക്ക് ബുക്ക്, നോട്ട്ബുക്ക്, ഡയറി, ഇതൊക്കെ ടീച്ചേഴ്സ് വിതരണം ചെയ്യും അല്ലെ, കൊടുക്കും എല്ലാവർക്കും. ഈ ജോലികളൊക്കെ ടീച്ചേഴ്സിന്റെ എന്താണ്, ജോബിന്റെ ഭാഗമാണ്. അത് എന്ത് ചെയ്യരുത്, ഒരു ബേർഡൻ ആയിട്ട് തോന്നരുത്. അതായത് നമുക്കൊരു എന്താ പറയാ ഭാരമായി തോന്നാൻ പാടില്ല. അതുപോലെ ഓഫീസ് ജോലികൾ നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരവാദിത്വം കാണിക്കണം. അതുപോലെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തതിന്റെ ഒരു ബില്ല് അല്ലെ നമുക്ക് തന്നിട്ടുണ്ടാവും, അതൊക്കെ അവിടെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ കാണിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഈ ഒരൊറ്റ പാരഗ്രാഫിൽ പറഞ്ഞത്. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് വായിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ഇതും കൂടെ ഉണ്ട്. വെൻ ദ തിങ്സ് ആർ ഗിവൺ ടു others, do not forget to put the signature of them in the notebook. A record keeps a teacher away from many problems. She should verify the remaining stocks, tally with the balance as per the notebook or record with her. അല്ലെ, എന്താണ് അതിൽ പറഞ്ഞത് നോക്കാം. ഇതും കൂടെ ഒന്ന് വായിക്കണല്ലോ. ആരെങ്കിലും വായിച്ചു തരിക? ആമിന ഒന്ന് വായിക്കാൻ പറ്റുമോ? ആമിന ഒന്ന് വായിക്കാൻ പറ്റുമോ? കേൾക്കണില്ലേ? ബുക്കില്ലേ ആമിന? ഹലോ, കേൾക്കണില്ലേ? ആരോ ഒരാള് വായിക്കുക. ഞാൻ വായിക്കണോ? ഓക്കെ. ആരാണ്? മൂസിനെയാണോ? ഓക്കെ, ഇന്ന് ഫുൾ മൂസിനെ തന്നെയാണല്ലേ വായിക്കണേ. ലീഡർ മൂസിനല്ലേ അതോ മൂസിനെയാണോ? ലീഡർ മറ്റേ മൂസിനെ നേരത്തെ വായിച്ചേ. ഓക്കെ. വായിച്ചോ. When the things are given to others, do not forget to put the signature. Keeps a teacher away from many problems. She should verify the remaining with the balance as per the notebook or record with her. വായിച്ചു. ഓക്കെ. When the things are given to others, എന്തും പറയണ്ടോ? ഓക്കെ. When the things are given to others, do not forget. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ, ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞാല്. ഇവിടെ അറിയോ എവിടെയെന്ന് വെച്ചാല് ഈ ഒരു ചാപ്റ്ററിന്റെ ചെറിയൊരു ഭാഗം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. When the things are given to others, do not forget to put the signature of them in the notebook. അല്ലെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് നോട്ട്ബുക്കില് നമ്മളോട് പറയാണ് അവര്, നമ്മൾ എന്തെങ്കിലും ബുക്സോ എന്തെങ്കിലും സാധനങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരുടെ സിഗ്നേച്ചർ ഇടാൻ മറക്കരുത് അല്ലെ. നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ട് അവരുടെ സിഗ്നേച്ചർ നമ്മൾ എന്ത് ചെയ്യരുത്. ഇപ്പൊ പേരൻസിൻ്റെതായാലും അവരുടെ സിഗ്നേച്ചർ ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നേച്ചർ ഇടാൻ മറക്കാൻ പാടില്ല കേട്ടോ.
ഫസ്റ്റിൽ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് ഈ ഒരു വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടാവുള്ളൂ. പിന്നെന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് സാധനം നൽകുമ്പോൾ എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അതിൽ ഒപ്പിടാൻ എന്ത് ചെയ്യരുത്, ഒരിക്കലും മറക്കരുത് എന്നാ പറഞ്ഞ കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, എ റെക്കോർഡ് അല്ലെ, അതായത് എ റെക്കോർഡ് കീപ്സ് എ ടീച്ചർ അവേ ഫ്രം മെനി പ്രോബ്ലംസ് ഇല്ലേ, എന്താണ് അതിൽ പറഞ്ഞത്, അതായത് ഒരു റെക്കോർഡ് എന്ത് ചെയ്യും, അധ്യാപകനെ പല പ്രശ്നങ്ങളിൽ നിന്നും അകറ്റി നിർത്തും അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങൾ റെക്കോർഡിൽ സിഗ്നേച്ചറും സൈനൊക്കെ ഇട്ടാൽ നമുക്കൊന്ന് പ്രൂഫ് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും, ആ റെക്കോർഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അത് പല പ്രശ്നങ്ങളിൽ നിന്നും അധ്യാപകൻ എന്ത് ചെയ്യും, അകറ്റി നിർത്തും എന്നാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, ഷീ ഷുഡ് വെരിഫൈ ദ റിമൈനിങ് സ്റ്റോക്സ് ടാലി വിത്ത് ദ ബാലൻസ് ആസ് പെർ ദ നോട്ട്ബുക്ക് ഓർ റെക്കോർഡ് വിത്ത് ഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ബാക്കിയുള്ള സ്റ്റോക്കുകൾ, അതായത് ബുക്സ് ഒക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതിന്റെ ശേഷം നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഓർഡറിലാക്കി റെഫറൻസ് ചെയ്ത് വെക്കുക അല്ലെ. നമ്മൾക്ക് ഇപ്പം എന്തെങ്കിലും ഇപ്പൊ നോട്ട്ബുക്കിന് എക്സാമ്പിൾ പറയാണ്, നോട്ട്ബുക്ക് ഒക്കെ വാങ്ങിപ്പോയ പേരൻസ് നമ്മൾ അവിടെ സിഗ്നേച്ചർ ഇട്ട് വെക്കുക ഒരു റെക്കോർഡില്. അപ്പൊ ആ റെക്കോർഡിൽ നമ്മൾ ഇനിയിപ്പോ പറയാണ് അവിടെ എന്തോ ക്യാഷിന്റെ കാര്യത്തിൽ പെൻഡിങ് വന്നിട്ടുണ്ട്, നമ്മൾ അങ്ങനെ പറയും അല്ലെ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ചെയ്തിട്ടുള്ള റെക്കോർഡിൽ നമ്മൾ സിഗ്നേച്ചർ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ ക്യാഷിന്റെ ഇതില്, അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പല പ്രശ്നങ്ങളിൽ നിന്നും അകറ്റി നിർത്തും. അതുപോലെ തന്നെ ബാക്കി ബുക്സുകളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ, അതായത് ബാക്കിയുള്ള ബുക്സുകളൊക്കെ ഉണ്ടാവും, അതവിടെ ഇട്ട് പോരരുത് അല്ലെ, അതും കൂടെ നമ്മൾ എടുക്കുക. എന്നിട്ട് ബാക്കി എത്ര ഉണ്ട്, നോട്ട്ബുക്ക് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും എത്രയാണോ ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെ കയ്യിൽ രേഖകൾ ഉണ്ടാവുമല്ലോ, അതില് നമ്മൾ എന്ത് ചെയ്യണം, റെഫറൻസ് ചെയ്ത് വെക്കുക. നമ്മളൊന്ന് കറക്റ്റ് ആക്കിയിട്ട് അവിടെ എഴുതി വെക്കുക ഇത്ര ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പ്രിൻസിപ്പാൾ വന്നിട്ട് ചോദിക്കുകയാണ് ബുക്കിന്റെ കാര്യം എന്തായി, കറക്റ്റ് ആയോ, എന്താ കൊടിഞ്ഞ് ബാക്കിയുണ്ടോ ബുക്ക്, അങ്ങനെയൊക്കെ ചോദിക്കൂലേ. പിന്നെ മറ്റുള്ള C ക്ലാസ്സിലേക്ക് കൊടുക്കാനുണ്ട്, അപ്പൊ എത്ര ബുക്ക് വാങ്ങി, എങ്ങനെ ക്യാഷ് വന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ റെക്കോർഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഇവരെ സിഗ്നേച്ചർ ആണെങ്കിലും ഇത്ര ക്യാഷില്, നമുക്ക് ആ ക്യാഷിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പഠിപ്പിക്കാനൊന്നും കാര്യം ബുദ്ധിമുട്ടുണ്ടാകുക. കുറച്ച് ക്യാഷ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ബുക്ക് വാങ്ങിയോല് കൊടുത്തോര് എന്നൊക്കെ ഉണ്ടാവൂലേ. ഇവിടെ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവര് പറയായിരുന്നു പിന്നെ പഠിപ്പിക്കാനൊന്നുമല്ല മിസ്സേ ബുദ്ധിമുട്ട്, ഈ ക്യാഷ് ആണ്, അതിങ്ങനെ അത് ചില ആൾക്കാർ ഗൂഗിൾ പേ ചെയ്യും, ചില ആൾക്കാർ കയ്യിൽ തരും, ബാലൻസ് തരാനുണ്ടാവും അല്ലെ. ആ ഒരു ഫസ്റ്റിലുള്ളായിരുന്നു കേട്ടോ, പിന്നെ അത് കറക്റ്റ് ആയി. അപ്പോ ആ ഒരു ഇതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം അവിടെ ഒരു 10ഓ 20ഓ കൂടിയാൽ അതൊരു പ്രശ്നമാണ് അല്ലെ, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ നമ്മളതൊരു റെക്കോർഡിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതി വെച്ചാൽ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബാലൻസും അതിന്റെ കൂടെ തന്നെ എഴുതി വെക്കുക കേട്ടോ. ബാക്കി ബുക്സ് ക്ലാസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് പോരുക, അത് അവിടെ വെക്കരുത് അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ വന്നിട്ട് അത് കീറൂല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരു ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ അത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ആ ട്രാക്കിലുണ്ടാവും, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചില സ്കൂളുകളിൽ അത് നോക്കാൻ ആൾക്കാരുണ്ടാവും കേട്ടോ, ഓരോ സ്കൂളുകളിലും ഓരോ മോഡലായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ മാനേജ്മെന്റ് ഓഫ് ഓഫീസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫുള്ളായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ എടുത്തത് വരെ മനസ്സിലായോ ഇല്ലയോ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടണേ. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ, ഇതിൽ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല, അതൊന്ന് ടൈപ്പ് ചെയ്ത് വിടട്ടോ. ഫസ്റ്റ് അതായത് നമ്മൾ മാനേജ്മെന്റ് ഓഫ് ഓഫീസ് സിസ്റ്റം ആ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ എടുത്തത് വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം എല്ലാരോടും, മറ്റതൊക്കെ പിന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും ഇടക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ചോദിക്കുക, ഇടക്ക് ക്വസ്റ്റ്യനും ചോദിക്കുക, രണ്ട് രീതിയിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ കേട്ടോ. ഞാൻ ചോദിക്കുന്ന ആളെ ആൻസർ പറഞ്ഞിരുന്നേ. ഡാഷ് മീൻസ് ഹൗ ടു മാനേജ് ദ സ്റ്റാഫ്സ്, ദ റെക്കോർഡ്സ്, ഹൗ ടു ടേക്ക് എ ഡിസിഷൻ. അല്ലെ, എനിക്ക് കിട്ടിയില്ലായിരിക്കും പ്രശ്നമല്ല, ഞാൻ ആൻസർ പറയുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ആ മൈൻഡിൽ അത് നിൽക്കും, പിന്നെ അത് മറക്കൂല. ഡാഷ് മാനേജ്മെന്റ് മീൻസ്, അത് പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഡാഷ് മാനേജ്മെന്റ് മീൻസ് ഹൗ ടു മാനേജ് ദ സ്റ്റാഫ്സ്, ദ റെക്കോർഡ്സ്, ഹൗ ടു ടേക്ക് എ ഡിസിഷൻ എക്സെട്ര. ഇതിന് ആൻസർ ഞാൻ ചോദിക്കണല്ലോ പറയണേ. ഞാജിയ, ഇതിന് ആൻസർ പറഞ്ഞേ. ഞാനിപ്പോ ചോദിച്ചതിന്റെ
കേൾക്കണില്ലേ? പുറത്താണോ? ടൈപ്പ് ചെയ്താലും മതി കേട്ടോ, പറയണമെന്നില്ല, കുഴപ്പമില്ല, ടൈപ്പ് ചെയ്താലും മതി, പ്രശ്നമല്ല. ഡാഷ് മാനേജ്മെന്റ് means how to manage the staff, the records, how to take a decision, etc. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അറിയുന്ന ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടോളിട്ടോ. ഞാൻ പറയട്ടെ. യെസ് ഓഫീസ് മാനേജ്മെന്റ് കറക്റ്റ് ആണ്. ആമിനെയാണോ പറഞ്ഞത്? ഓക്കെ. എന്ത് ചെയ്യാറോ, നിങ്ങൾ എഴുതി വിട്ടോളി എല്ലാരും, കാരണം എല്ലാരും ചെയ്യാൻ നല്ലേ, എന്നാ പിന്നെ ആ മൈൻഡിൽ അത് നിന്നോളൂ കേട്ടോ. എല്ലാരും എഴുതി വിട്ടോളി കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഞാൻ ചോദിക്കുമ്പോ നിങ്ങള് ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെയാണ് ഫസ്റ്റ് എഴുതുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബുക്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്നോണ്ട് നിങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാവരുത്. ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ചോട്ടെ, ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിച്ചോട്ടെ, അതിലാണ് കൂടുതൽ ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിനാണ് ചോദിക്കുന്നത്, അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാം അന്ന് വിട്ടുപോയിട്ടുണ്ട്, അപ്പൊ അതും കൂടി ഒന്ന് ചോദിക്കാം കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൽ അധികം ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് അങ്ങനെ വരുന്നില്ല കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ ഉള്ളൂ. ഡാഷ് ക്യാൻവാസിംഗ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ്. ഡാഷ് ക്യാൻവാസിംഗ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ്. ഡോർ ക്യാൻവാസിംഗ് അല്ലേ മാം? ഡോർ ക്യാൻവാസിംഗ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മളത് വർക്കിംഗ് ഓഫ് മാനേജിങ് പറഞ്ഞിരുന്നു അല്ലെ. സ്കൂൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. അതിൽ ഒരു പോയിന്റ് എഴുതിയാൽ മതി, ഒറ്റ പോയിന്റ്. ദ വർക്ക് ഓഫ് മാനേജിങ് സ്കൂൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞിരുന്നു. വർക്ക് ഓഫ് മാനേജിങ് അതില് ഒരു പോയിന്റ് എഴുതുക. യെസ്, ഒറ്റ പോയിന്റ്. നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്റൂം മാനേജ്മെന്റ്. Okay. Next question. Dash means steering an organization towards specified objectives through certain processes. Dash means steering an organization towards specified objectives through certain process. മാനേജ്മെന്റ് ഓക്കെ, കറക്റ്റ് ആണ്. ഇങ്ങനെ ആവുമ്പോ എന്താ പറയാ, നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളെ ചാപ്റ്ററിൽ ടച്ച് പോകൂല, ആ ടച്ച് പോകരുത് ചാപ്റ്ററിൽ കേട്ടോ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ എടുക്കുമ്പം ആ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ദ ട്രേഡ് മാർക്ക് ഓഫ് എ സ്റ്റാൻഡേർഡ് സ്കൂൾ. Dash is the trademark of a standard school. ഡിസിപ്ലിൻ അല്ലേ മാം? Yes, discipline. Correct ആണ്. ചെറിയൊരു ഡൗട്ട് വന്നു അല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ? കുഴപ്പമില്ല, എഴുതുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ഉള്ളിൽ നിന്ന് ചോദിച്ചതുകൊണ്ടേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ക്യാൻവാസിംഗ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഡാഷ് ക്യാൻവാസിംഗ് ഗിവ്സ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസന്റ് സ്റ്റുഡൻസ്. Yes, dash canvassing gives good education to the present students. Indoor canvassing. Yes, indoor canvassing. Correct ആണ്. Okay, ഇനി നെക്സ്റ്റ്. The best type of canvassing is the, നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ട് തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും വരിക കേട്ടോ. അങ്ങനെ വരുന്നുണ്ട്. The best type of canvassing is the dash. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെഗറ്റീവ്. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് മീൻസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. Dash means the all-round development of the individual. Yes, education. Correct ആണ്, education. അത് correct ആണ്. Next question.
Admissions coming in the January is called dash admission. Cheating Admissions admission. coming. Yes, cheating admission. Cheating admission ആണ്. Next question. എല്ലാവരും എഴുതിക്കോളിട്ടോ. ഓക്കെ. Okay, next question ആണ്. Dash consist of main building sheds, temporary buildings, toilets and urinals. Dash consist of main building shed. Building എന്ന് പറയുമ്പോൾ തന്നെ കിട്ടണം. Temporary buildings, toilets and urinals. എന്താ വരിക? Yes, premises. Premises ആണ് കേട്ടോ. Correct ആണ്. അതുപോലെ തന്നെ ഡോർ ക്യാൻവാസിങ്ങില് നമ്മൾ ഡോർ ക്യാൻവാസിങ് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറ്റുമോ? ഡോർ ക്യാൻവാസിങ്ങിന്റെ എക്സാമ്പിൾ അല്ലെ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. യെസ്, 2-3 എക്സാമ്പിൾ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, ഒരു ഇത്, അതായത് വാട്ട് ഈസ് മാനേജ്മെന്റ്, അതും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടണേ. വാട്ട് ഈസ് മാനേജ്മെന്റ്, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ മാനേജ്മെന്റും ഓഫീസ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. മാനേജ്മെന്റ് കേട്ടോ. വാട്ട് ഈസ് മാനേജ്മെന്റ് എന്നുള്ള എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യണേ. വാട്ട് ഈസ് മാനേജ്മെന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാനേജ്മെന്റും ഓഫീസ് മാനേജ്മെന്റും ഉള്ള ഡിഫറൻസ് ചോദിക്കാം. അപ്പൊ അത് രണ്ടും ടൈപ്പ് ചെയ്ത് വിടണേ. മാനേജ്മെന്റും ഓഫീസ് മാനേജ്മെന്റും കേട്ടോ. ഇപ്പൊ നിങ്ങളോട് ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് ഒക്കെ എസ്സേ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ടൈപ്സ് ഓഫ് ക്യാൻവാസിങ്, ഇങ്ങനെ ഫുള്ളായിട്ടാണ് അങ്ങനെയാണ് ബുദ്ധിമുട്ട് പഠിക്കണ്ട. അതായത് ഇപ്പൊ ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്, അത് എസ്സേ തന്നാൽ നിങ്ങൾ ടൈപ്പ് ഓഫ് ക്യാൻവാസിങ് എഴുതിയിട്ടുണ്ട്, അത് എഴുതുക, ഇൻഡോർ എഴുതുക, നെഗറ്റീവ് എഴുതുക അല്ലെ. അതായാൽ തന്നെ ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആവും. അത് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഓഫീസ് മാനേജ്മെന്റും കൂടെ എഴുതി കേട്ടോ. ഓഫീസ് മാനേജ്മെന്റും കൂടെ. ഓഫീസ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. എഴുതിയോ? മാനേജ്മെന്റ് മീൻസ് സ്റ്റിയറിംഗ് ആൻ ഓർഗനൈസേഷൻ ടുവാർഡ്സ് സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് ത്രൂ സർട്ടൈൻ പ്രോസസ്സസ്. ഇനിയിപ്പോ ഇതിൽ ആർക്കെങ്കിലും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതാട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമില്ല. How to manage staff record and how to take decision. ഇനി ഒരു ഇതും കൂടെ എഴുതിക്കോളിട്ടോ. ഞാനൊരു ഇതും കൂടെ ചോദിച്ചോക്കട്ടെ. ഡാഷ് പോസ്റ്റ്, ഞാൻ ഇപ്പൊ എടുത്തതാണ്, എന്നാലും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ പറയാം. നോക്കി പറഞ്ഞാലും ഇത് കുഴപ്പമില്ല, കാരണം ഇന്നെടുത്ത ടോപ്പിക് ആണ് കേട്ടോ. എന്നാലും ഇന്ന് എടുത്തതാൽ നിങ്ങൾക്ക് എവിടെയെന്ന് അറിയണല്ലോ. ഡാഷ് പോസ്റ്റ് ഈസ് ദ പ്രൊമോഷൻ ഫ്രം ദ ടീച്ചിങ് ഗ്രേഡ്. യെസ്, അഡ്മിനിസ്ട്രേറ്റീവ്, കറക്റ്റ് ആണ്. അങ്ങനെയൊക്കെ ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് നോക്കിയിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. നമുക്കൊരു വിഷമാണ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ, അതായത് കിട്ടാതിരുന്ന അല്ലെ. ഒരു മാർക്കാണെങ്കിലും നിങ്ങൾക്കിപ്പോ എസ്സേ ഒക്കെ എങ്ങനെ എഴുതാൻ കിട്ടും, എല്ലാം കൂടെ നമുക്ക് വലിച്ചെഴുതാം. പക്ഷെ ഒറ്റ വേർഡ് പോയാല് നമുക്കൊരു സങ്കടമാണ് സംഭവം അല്ലെ. നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അണ്ടർലൈൻ ചെയ്യണേ, നോട്ട്ബുക്കിൽ ഓരോന്ന് വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യാട്ടോ. നമ്മൾ എന്ത് വർക്കാണ്, അതായത്
അതായത് നമ്മൾ പറഞ്ഞിരുന്നു സീക്രട്ട് ആയി വെക്കണം എന്ന്. അപ്പൊ സീക്രസി ആയിട്ട് വെക്കേണ്ടത് ഏത് വർക്കാണ്? അതും കൂടെ ഒന്ന് പറയണേ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ സീക്രട്ട് ആയിട്ട് ഏതായിരുന്നു? ഓഫീസ് വർക്ക്. ഓക്കെ, കറക്റ്റ് ആണ്, ഓഫീസ് വർക്ക് കേട്ടോ. നെക്സ്റ്റ് പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കൊടുത്തു അല്ലെ, ടെക്സ്റ്റ് ബുക്ക് വിതരണം ചെയ്തു, അതുപോലെ ബില്ലടച്ചു. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു? റെക്കോർഡിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് ചെയ്യുന്നത്? വെരിഫിക്കേഷൻ. ഓക്കെ, അതിലൊരു സാധനം, ഒരു സംഭവം ഇടാണ്ട്. എന്തായിരുന്നു? റെക്കോർഡ് കീപ്പ് ചെയ്യണം, കറക്റ്റ് ആണ്, വെരിഫൈ ചെയ്യണം. അതിൽ നമ്മൾ എന്തിടണം? നമ്മളതും അതുപോലെ പേരൻസിന്റെ എന്ത് ചെയ്യണം? സിഗ്നേച്ചർ, സൈൻ അല്ലെ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാട്ടോ, വരുമോ ഇല്ലേന്ന് അറിയില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് സിഗ്നേച്ചർ ഇടണം അല്ലെ. ഓക്കെ, വെരിഫൈ ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിഗ്നേച്ചർ ഇടണം അല്ലെ. അപ്പോഴേ ആ ഒരു വർക്ക് എന്ത് ചെയ്യുള്ളൂ? ഫുൾ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പൊ ഈ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണേ. ഇനി നമ്മള് നിങ്ങൾ എഴുതി വിട്ടോളിട്ട് എല്ലാവരും. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാനുള്ളത് ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾസ് ആണ് അല്ലെ. നമ്മള് സ്കൂളുകളിൽ എങ്ങനെയൊക്കെ ഫയലുകൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് അല്ലെ, നമ്മൾക്ക് അറിയാം, കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എന്നാലും നമ്മളൊരു സ്കൂളില് എന്തൊക്കെ ഫയലുകൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ട്. ഓരോ ഫയലിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട് ഇല്ലേ. ഇപ്പൊ സ്റ്റുഡൻസിന് ഒരു രജിസ്റ്റർ, ടീച്ചേഴ്സിന് ഒരു രജിസ്റ്റർ, അതുപോലെ സ്റ്റോക്ക് മാർക്ക്, അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്. അതുപോലെ ഹൗ ടു ടേക്ക് അറ്റൻഡൻസ്, നമ്മൾ എന്ത് ചെയ്യാന് അറ്റൻഡൻസ്, ഫുൾ പ്രസന്റിന്, അതുപോലെ ആഫ്റ്റർനൂൺ പ്രസന്റിന്, മോർണിംഗില്, ഇടക്ക് ഉച്ചക്ക് പേരൻസ്, അതായത് പേരൻസ് ഈവനിങ് ആഫ്റ്റർനൂൺ ഒക്കെ പേരൻസ് കൊണ്ടുപോകും അല്ലെ സ്റ്റുഡൻസിന്. അപ്പൊ ആ ടൈമില് എന്താണ് ചെയ്യാനുള്ള എന്താണ്, അതായത് മോർണിംഗ് പ്രസന്റ്, മോർണിംഗ് ആബ്സെന്റ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫുൾ പ്രസന്റും ആഫ്റ്റർനൂൺ പ്രസന്റും ആണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലെ. ഓക്കെ, നമുക്ക് ഇതും കൂടെ നോക്കാം. എക്സാമിന് ഈ ഒരു ബ്രാക്കറ്റ്, ഈ ഒരു ബോക്സ് തന്നിട്ട് ചോദിക്കും ഇത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കണം, ഇത് മോർണിംഗ് ആബ്സെന്റും ആഫ്റ്റർനൂൺ പ്രസന്റും അത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് എടുക്കണ്ട വിചാരിച്ചിട്ടാണ്. നിങ്ങൾ എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് നമുക്ക് ഒരു ദിവസം എക്സാം വെക്കാം, നോക്കാം അല്ലെ. നമുക്ക് നോക്കാം, ഒരു ടൈം വെച്ചിട്ട് നമുക്ക് എക്സാം വെക്കാം കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ മറ്റേ പേപ്പേഴ്സ് നോക്കട്ടെ. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെ, നമ്മളെ നെക്സ്റ്റ് ക്ലാസ് എന്നാണ്? ട്യൂസ്ഡേ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വ്യാഴാഴ്ചയാണുള്ളത് അല്ലെ. അപ്പൊ ഓക്കെ, റെക്കോർഡ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണ. റെക്കോർഡ് ആയിട്ടുണ്ടാവൂലേ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. See you next class. Bye bye. റെക്കോർഡ് ആയിട്ടുണ്ടോ നോക്കട്ടെ.